വേദിക കുട്ടി ഓൺ സ്റ്റേജ്. ദീപം കൊളുത്താ മാലാഖ കുട്ടി, ഒരു ചേട്ടത്തി. വേദിക കുട്ടിയാണോ മാലാഖ കുട്ടിയാണോ? കുഞ്ഞു ചേട്ടത്തി, ഒരു ചേട്ടത്തി, ഒരു മിനിയേച്ചർ ചേട്ടത്തി. ഇത്ര ക്യൂട്ടായ ചേട്ടത്തി എവിടെ നമ്മൾ കണ്ടിട്ടുണ്ടോ? മക്കളെ, ഏത് പാട്ടാ മോള് ഈസ്റ്റർ ആയിട്ട് പാടാൻ പോണേ? ഡീറ്റെയിൽസ് ഒക്കെ അറിയാവോ? അന്വേഷിച്ചു കണ്ടെത്തിയില്ല. എഴുതിയത് പി ഭാസ്കരൻ മാഷ്. വെരി ഗുഡ്. സംഗീതം ബാബുരാജ്, ബാബുക്ക. പിന്നെ പാടിയത് ജാനകിയമ്മ, വസന്താമ്മ. വെരി ഗുഡ്. ഏറ്റവും പ്രശസ്ത ക്രിസ്തീയ ഭക്തിഗാനങ്ങളിൽ പെടുന്ന ഒരു പാട്ടാ. പക്ഷെ അതിലൊരു അത് എഴുതിയേക്കുന്നതോ ട്യൂൺ ചെയ്തേക്കുന്നതോ ഒന്നും ഒരു ക്രിസ്ത്യാനി അല്ലാഞ്ഞിട്ട് പോലും അല്ലേ, കാലാകാലങ്ങളോട് എന്നും നിൽക്കുന്ന അത്രയും ഹിറ്റ് പാട്ടാണ് പാവനന മാട്ടിടയാ. എന്തോ ഈ സിനിമ എഴുതിയത് പാറപ്പുറത്തെന്ന് പറയും. എല്ലാരും പാറപ്പുറത്തെന്നാ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കെ ഈശോ മത്തായി എന്നാണ്. ഒരു പക്ഷേ ഇപ്പം അങ്ങനൊരു ആളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പറയേണ്ടി വരുന്നത് അരനാഴിക നേരം, അത് കാണാത്ത ആരുമില്ല, അതിൻ്റെയും രചന കെ ഈശോ മത്തായിയാണ്. അതുപോലെ പണിതീരാത്ത വീട് എന്ന് വേണ്ട എത്രയോ ചിത്രങ്ങൾ. പിന്നെ ഈ സിനിമയിൽ തന്നെ കവിളത്തെ കണ്ണീർ കണ്ടു, അതുപോലെ ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിന്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. അത് താമരക്കുമ്പിളിലോ മമ ഹൃദയം, താമരക്കുമ്പിളല്ലോ മമ ഹൃദയം, ഇതിൽ സംഗീത മധു പകരൂ. അങ്ങനത്തെ മനോഹരമായ പാട്ടുകൾ ഈ സിനിമയിലുണ്ട്. അന്വേഷിച്ചു കണ്ടെത്തിയില്ല. അപ്പൊ ഇതൊക്കെ മോളുടെ അറിവിന് വേണ്ടി പറയാ. മോളൊന്നും കേട്ടില്ല, എന്നാലും അറിയാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമുക്ക് കേൾക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
കുഞ്ഞിപ്പെണ്ണിന്റെ ഈസ്റ്റർ സോങ്. വേദിക കുട്ടി, എന്തോ ഞാനൊരു നമസ്തേ ഉള്ളൂ. കാരണം നമ്മളെക്കാട്ടില് അതിഗംഭീരമായിട്ട് പാടുന്നവരെ നമ്മൾ ബഹുമാനിക്കുന്നു. ഈ ശ്രുതിയില് ഇത്രയും ടോപ്പിൽ, അതായത് അനുപല്ലവി, ഒരു രക്ഷയില്ല. അവിടെ ഞാൻ വിചാരിച്ചത് എങ്ങോട്ടാ പോണം, അങ്ങറ്റം വരെ പോയി. അത് കഴിഞ്ഞ് വന്നിട്ട് അതുപോലെ തന്നെ അത്രയും ടോപ്പില്ല ചരണം. ഇന്നു ഞങ്ങൾ തൻ പാനപാത്രത്തിൽ നിന്റെ കാരുണ്യം. കൊച്ചൊട്ടിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ, അപ്പൊ ആലോചിച്ച് നോക്ക്. അത് ചരണത്തിലൊരു യഹോവ, ആ യഹോ, അതെ, യഹോവ തന്നെ ഇറങ്ങി വന്ന പോലെ. യഹോക്ക് ഇരിക്കാൻ പറ്റില്ല അവിടെ. ഇത് കേട്ടിട്ട് അല്ല സത്യത്തില് എത്ര വയസ്സായി നോക്ക്? 6. ഈ 6 വയസ്സില് ഈ പാട്ട് 1967 ഒരു സൂപ്പർ ഹിറ്റ് സോങ്. ഇന്ന് ഹിറ്റ്, ഇനി നാളെയും ഹിറ്റാണ്. എന്നും അത് ഈ 6 വയസ്സായിട്ടുള്ള ഒരു കുട്ടി പാടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിശയം അല്ലെന്നുണ്ടെങ്കിൽ ജീസസിന്റെ അനുഗ്രഹമാണ്. അത്രേ ഉള്ളൂ. നമ്മൾ വേറൊന്നും പറയുന്നില്ല. നമസ്തേ. ഈ ഈസ്റ്ററിന്റെ ദിവസം നമ്മുടെ മലയാളികൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരു പുണ്യമായിരിക്കും. കാരണം വേറൊന്നുമല്ല, ഈ കൊച്ചുകുട്ടിയുടെ പാട്ട് കേട്ടാൽ നിങ്ങളുടെ മനസ്സലിയും, നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറും, നിങ്ങളുടെ വേദനകൾ മാറും. സംശയം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കുട്ടി, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പൊ എന്ത് പറയും? അച്ഛനോട് ചോദിക്കാം അല്ലേ? അച്ഛൻ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛന്റെ മുന്നിലാ പാടിയേക്കുന്ന. അച്ഛനൊക്കെ എന്ത് സന്തോഷമായ മുഖം നോക്കുമ്പോ തന്നെ എനിക്ക് കാണാൻ പറ്റി. അത് മാത്രല്ല, ഇത്രയും പഴയ പാട്ട് ഏത് തലമുറയിലെപ്പെട്ട ആൾക്കാരും, ഇപ്പൊ പഴയ അമ്മമാരാണ് നമുക്കിത് പാടി തന്ന് അവരുടെ അത്രയും ഫേവറേറ്റാ ഇത്. ഈ പാട്ടിന്റെ ഒരു ഫീല് ഭയങ്കര, ആ കോറസും പിന്നെ ഇതിന്റെ വരികളും, പിന്നെ ഇതിന്റെ 2 സ്റ്റാൻസില് 2 ട്യൂണാ. ഇന്നു മുന്നിലിരിക്കും ഈ അന്നം നിന്റെ സമ്മാനമല്ല. ലിറിക്സിന്റെയാണ്. അത് കഴിഞ്ഞിട്ട് ചരണത്തിൽ വരുന്നത് താവകതയ തന്റെ ശീതള താഴ്വരകളിലിന്നുമേ. 2 ട്യൂണാ. ഇതൊക്കെ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. ഇത് എങ്ങനെ തലേ നിക്കാനാ, എങ്ങനെ ഫീല് കിട്ടാനാ, എങ്ങനെ ലിറിക്സ് കിട്ടാനാ? അതിന്റെ ഇടയിൽ ലാസ്റ്റ് ഇട്ടപ്പത്തോ എന്ന് പറഞ്ഞൊരു വീഴ്ച. ഞാൻ വെച്ച് വീണതാണ്. മുട്ടയെ കുത്തി നിന്നുള്ള ഒരു പ്രാർത്ഥനയില് നമുക്കൊക്കെ നമ്മളങ്ങോട്ട് അലിഞ്ഞു പോയി. ഇത് ഈസ്റ്റർ ഇതിക്കുള്ളിൽ നമുക്ക് ഇനി എന്ത് കൊടുക്കാൻ പറ്റും മീനുട്ടി? അതെ, ഇതെങ്ങനെ പഠിച്ചത്? ഇതാര് പഠിപ്പിച്ചു? ഇതെങ്ങനെ പാടി ഇങ്ങനെ? എന്തെങ്കിലും കഴിച്ചോ? മരുന്ന് കഴിച്ചു. എന്താ സ്പെഷ്യൽ ആയിട്ട് കഴിച്ചേ ഈസ്റ്ററിന്? ചോറ്. ആണോ? അപ്പം കറിയും കഴിച്ചോ? ഇല്ല അല്ലേ? കഴിച്ചല്ലേ? അതും കഴിച്ചു. മാത്രമേ കഴിക്കൂ. കൊച്ചും കഴിക്കും. ഈസ്റ്ററിന് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മളിങ്ങനെ നോർമൽ അപ്പം അല്ല, അത് കള്ളപ്പം. എല്ലാ വീട്ടിലും അല്ല, പെസഹായപ്പം വേറെ, ഇൻട്രിയപ്പം വേറെ, ഇത് കള്ളപ്പം, ചെറിയപ്പം. എല്ലാ വീട്ടിലും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാ മോളെ. ചക്കരെ ഉമ്മ അടിപൊളിയാക്കി കേട്ടാ. ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് എന്താണെന്ന് വേണോ, ഈസ്റ്റർ ആണ് ഈ ഇൻട്രിയപ്പത്തിന്റെ കാര്യം പറഞ്ഞപ്പോ, ഞങ്ങളുടെ വീട് തൊടുപുഴയിലെ വീട്, പണ്ടത്തെ വീട് ഇരുന്നത് ചുറ്റും 3 മഠങ്ങളുണ്ട്. ആരാധന മഠം, പിന്നെ ക്ലാരമഠം, ഇങ്ങനെ സിസ്റ്റേഴ്സിന്റെ. അതിന്റെ നടുക്കായിരുന്നു നമ്മുടെ വീട്. ഇതുപോലെ ഈസ്റ്റർ, ഇതുപോലെ ആഘോഷങ്ങൾ വരുമ്പോഴത്തേക്കും ആ മഠങ്ങളിൽ നിന്ന് നിറയെ ഇതുപോലെ അപ്പങ്ങളും അതും ഇതെല്ലാം കിട്ടും. ഞാൻ ആദ്യമായിട്ട് താറാമുട്ട കണ്ടത് അവിടെ. താറാമുട്ട കറി, താറാവിന്റെ മുട്ടയില്ലേ, കഴിച്ചിട്ടില്ലേ? പിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ടതാ. അവിടെ വീട്ടിൽ വെച്ചിട്ടില്ല. അപ്പം നമ്മുടെ വീട്ടിൽ നോൺ വെജ് ഇവരാണ് ലോകം മൊത്തം എല്ലായിടത്തും പോയി കറങ്ങി കഴിക്കും. വീട്ടിൽ കഴിക്കൂല. അതെ, വീട്ടിൽ ഇപ്പോഴും. അതെന്താ അങ്ങനെ? തൊടുപുഴയിലെ വീട്ടില് ഈസ്റ്റർ എക്സ്, ഇത് താറാമുട്ട. അതെ. അപ്പൊ എല്ലാ ഈ അമ്മമാരെല്ലാം കൂടെ വലിയ കമ്പനി അവരുമായിട്ട് ഞാന് ആദ്യ നേരം അവിടെയാണ് ഞാന്. അവിടുന്ന് എല്ലാം ഈ ഇതുപോലെ സാധനങ്ങളൊക്കെ കിട്ടാൻ ഞാൻ ഈ ക്രിസ്ത്യൻ ഈ ആഘോഷങ്ങൾ സെലിബ്രേഷൻ വരാൻ നോക്കിയിരിക്കും ഞാൻ. ഇത് കിട്ടാനായിട്ട് അവർക്ക് എന്നെ വിളിക്കാൻ എന്തൊരു ഇതായിരുന്നു പറയാം. കുഞ്ഞിമോളെ റെഡിയാണോ എന്ന് ചോദിക്കും. കുഞ്ഞി റെഡി എന്ന് പറഞ്ഞു ഓടും ഞാൻ എല്ലാ മഠങ്ങളിലേക്കും. മക്കളെ, വേദിക കുട്ടി, ഓ എന്ത് രസമായിട്ടാ പാടിയത്.
എന്റെ ദൈവമേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പാടിക്കഴിഞ്ഞ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ടപ്പേന്ന് പറഞ്ഞ് മുട്ടുകുത്തി. മുട്ടുകുത്തിയിരുന്നത്. ആ അത് സൂപ്പർ ആയിരുന്നു കേട്ടോ. എന്ത് ഫീലായിരുന്നു. അത്രയും ഹൈ പിച്ചുള്ള പാട്ട് എടുക്കുമ്പോൾ അത് കുഞ്ഞല്ലേ, അതിന്റെ കൂടെ നല്ല എന്താ പറയണ ഭാവമായിട്ട് അത് വികാരപരമായിട്ട് ആ കൊച്ചത് പാടി എന്നുള്ളതാണ് അല്ലേ കുഞ്ഞു? ഭയങ്കര ഇഷ്ടപ്പെട്ടേട്ടാ. ഗോഡ് ബ്ലെസ് യു. ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ ഈസ്റ്റർ പൂക്കുറ്റി.